ഒന്ന് രാജാക്കന്മാർ 4-ാം അധ്യായം. ഭരണ സംവിധാനം. സോളമൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു. അവൻ്റെ പ്രധാന സേവകന്മാർ സാദോക്കിൻ്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലീഹോറേഫും അഹിയായും കാര്യവിചാരകന്മാരും ആയിരുന്നു. അഹിലൂദിൻ്റെ പുത്രൻ യഹോഷഫാത്ത് നടപടിയെഴുത്തുകാരനും യഹോയാദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു. നാഥാൻ്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബുദ് പുരോഹിതനും രാജാവിൻ്റെ തോഴനുമായിരുന്നു. അഹിഷാർ ആയിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ. അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അദോണിറാമിന് ആയിരുന്നു. രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ 12 പേർ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ മാസത്തേക്കു വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ എഫ്രായിം മലനാട്ടിൽ ബൻഹൂർ, മാക്കസ്, ഷാൽബിം, ബത്ഷെമെഷ്, ഏലോൻ, ബെത്ഹേനാൻ എന്നീ പ്രദേശങ്ങളിൽ ബൻദക്കർ, അരുബോത്തിൽ ബൻഹേസദ്, സൊക്കോയും ഹേഫർ പ്രദേശവും ഇവൻ്റെ അധീനതയിൽ ആയിരുന്നു. നഫാത്ത് ദോറിൽ ബൻ അബിനാദാബ്, സോളമൻ്റെ പുത്രി താഫാത്ത് ഇവൻ്റെ ഭാര്യയായിരുന്നു. താനാഖ്, മെഗിദോ എന്നീ നഗരങ്ങളിലും സാരെദാന് സമീപം ജസ്രേലിനു താഴെ ബത്ഷയാൻ മുതൽ ആബേൽ മെഹോലായും യോക്മെയാമിൻ്റെ അപ്പുറവും വരെ ബത്ഷയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിൻ്റെ മകൻ ബാന, ഗിലെയാദിലെ റാമോത്തിൽ ബൻഗേബർ, മനാസയുടെ മകൻ ജായിരിന് ഗിലെയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോട് കൂടിയ വാതിലുകളുമുള്ള 60 പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവൻ്റെ അധീനതയിൽ ആയിരുന്നു. മഹനായീമിൽ ഇദ്ദോയുടെ മകൻ അഹിനാദാബ്, നഫ്താലി പ്രദേശത്തെ അഹിമാസ്, സോളമൻ്റെ പുത്രി ബസ്മത്ത് ഇവൻ്റെ ഭാര്യയായിരുന്നു. ആഷേറിലും ബയാലോത്തിലും ഹൂഷായിയുടെ മകൻ ബാന, ഇസാക്കറിൽ പരൂവായുടെ മകൻ യാഹോഷാഫത്ത്, ബെഞ്ചമിൻ പ്രദേശത്തെ ഏലായുടെ മകൻ ഷിമയി, അമോര് രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലെയാദ് പ്രദേശത്തെ ഊറിയുടെ മകൻ ഗേബർ. കൂടാതെ യൂദായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു. യൂദായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്ത്യരുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു. അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. സോളമൻ്റെ അനുദിന ചെലവ് 30 കോർ നേർത്ത മാവും 60 കോർ സാധാരണ മാവും, കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാളകൾ, 20 കാലികൾ, 100 മുട്ടാടുകൾ ഇവയുമായിരുന്നു. യൂഫ്രട്ടീസിനു പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ അധീനതയിലായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു. അയൽ നാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു. സോളമൻ്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബേർഷെബ വരെ യൂദായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു. സോളമന് 12,000 കുതിരപ്പടയാളികളും തേർക്കുതിരകൾക്കായി 40,000 പന്തികളുമുണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഒരു കുറവും വരുത്തിയില്ല. അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം. എസ്രാഹ്യനായ ഏദാൻ,
മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. കർത്താവിൻ്റെ വചനം.